എൻ്റെ മക്കളെ ഈ ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഇപ്പോഴത്തെ മക്കളൊക്കെ കേട്ടും കണ്ട് കാണിച്ച് കേൾക്കുമ്പോൾ തിന്നും ഇത് നല്ലതാണല്ലോ രസമുണ്ടോ രുചിയുണ്ട്. ഇത് എങ്ങനെയാണ് വെക്കണേന്ന് അവർക്ക് അറിയാൻ പാടില്ല. അതിനുവേണ്ടി പള്ളി പിള്ളേരുന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ഞാൻ ഏറ്റിങ്ങനെ ചെയ്ത് കൊടുത്തപ്പം അമ്മ ആ ഉണക്കച്ചെമ്മീൻ കറി വെക്കണം ഒന്ന് കാണിച്ചമ്മേ ഒന്ന് ചെയ്തമ്മേ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കുറേ പേര് അമ്മച്ചിയെ കാണാൻ വന്നവരും ഫോൺ വിളിക്കുന്നവരും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അമ്മച്ചി ആ ഉണക്കച്ചെമ്മീനും തേങ്ങായും പുളിയും കൂടി ഇട്ട് വറ്റിക്കുന്നത് ആ സംഭവം ഒന്ന് പഠിപ്പിക്കണം അമ്മച്ചി, ഞങ്ങൾക്കൊന്ന് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി അത് ഒന്നും കൂടി ചെയ്ത് ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഇത് പണ്ട് നമ്മളൊന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ പിള്ളേരെ മക്കളെ എല്ലാം പഠിപ്പിക്കാനായിട്ട് ആ ഉണക്കച്ചെമ്മീനും തേങ്ങാക്കൊത്തും കുടംപുളിയും കുടംപുളിയും കൂടി ഇട്ട് വറ്റിച്ച് മാത്രം പറ്റിച്ച പോരാ, മുളക് പൊടി ചേർക്കണം, മല്ലിപ്പൊടി ചേർക്കണം, മഞ്ഞൾ ചേർക്കണം. അപ്പൊ അതിന്റെ വഴിവരായികൾ കറക്റ്റായിട്ട് ഓരോന്നായിട്ട് അമ്മച്ചി പറഞ്ഞു തരും അല്ലേ. അപ്പൊ അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് പോയാലോ? അമ്മച്ചി അമ്മച്ചി പറഞ്ഞ പോലെ ചെമ്മീന് കഴുകി വാരി വൃത്തിയാക്കി വെള്ളത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കുടംപുളി ഒരു 4-5 ചോള കുടംപുളി കൂടെ വെച്ചിട്ടുണ്ട്. തേങ്ങ ഞാൻ ചെറുതാക്കി കൊത്തി കൂടെ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ തീയും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ചട്ടി തീ വെക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ നല്ല മൺചട്ടിക്കാണ് ചെയ്യേണ്ടല്ലേ. അപ്പൊ നമുക്ക് മൺചട്ടി ആദ്യമേ തീയിലേക്ക് വെക്കാം. എന്നിട്ട് എന്നിട്ട് അതിനകത്തേക്ക് നല്ലപോലെ അതിന്റെ തലയും വാലൊക്കെ കിള്ളിക്കളഞ്ഞാണ് നോക്കിയാൽ നല്ല വൃത്തിയാക്കി 2-3 പ്രാവശ്യം കഴുകി വാരിയ ചെമ്മീൻ അതിനകത്തേക്ക് വാരിടാം അല്ലേ. ഇത് മൺചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കണം അമ്മേ. മൺചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കിയാലേ അതിന്റെ ആ ഒറിജിനൽ ടേസ്റ്റിങ് വരുള്ളൂ അല്ലേ. ഈ പുളിയൊക്കെ പെട്ടെന്ന് പിടിച്ചും പോകൂലേ. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് എങ്ങനെ ഇടണ്ടേ? തേങ്ങാക്കൊത്ത് പുളി ഇട്ടിട്ടാ. അപ്പൊ നമ്മൾ നേരത്തെ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നത് 3-4 ചോള പുളിയുണ്ട്. അപ്പൊ അമ്മച്ചി പറഞ്ഞ ചില ആരുടെ അടുത്തെങ്കിലും ഇപ്പൊ പുളി ഇല്ല, പുളിയുടെ നീളം ഉള്ളെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി എന്നാ പറഞ്ഞത്. ഇനി ചെറുതാക്കി അരി വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വെള്ളം എന്തോ ഒഴിക്കണം? നേരത്തെ വെള്ളം ഒഴിക്കണോ? ഓക്കെ, അപ്പൊ ഈ പുളിക്ക് വെള്ളത്തിനകത്ത് കടന്ന് വേഗണം അല്ലേ. മതിയോ? ഓക്കെ, ഇനി ഇതിനകത്തേക്ക് ഇത് വെള്ളം ഈ ലെവലിൽ മതി ഒന്ന് നോക്കിയമ്മ. മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് മുളക് പൊടി ഇടണം. മുളക് പൊടി എന്തോ ഇടണം അമ്മേ? 1 സ്പൂണ്. ഇത് കാശ്മീരി മുളക് പൊടിയാ. 1 സ്പൂൺ പോരെ? ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ സാധാ മുളക് പൊടിയും വേണം അല്ലേ. സാധാ മുളക് പൊടി ഒരു 3/4 സ്പൂൺ മതി അല്ലേ, എരിവ് കൂടി പോകണ്ടല്ലോ. ഒരു 3/4 സ്പൂൺ സാധാ മുളക് പൊടി. പിന്നെ എന്നതാ? മല്ലിപ്പൊടി. മല്ലിപ്പൊടി 1 സ്പൂൺ വേണം. ഓക്കെ, 1 സ്പൂണും ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ വേണ്ട. ഓക്കെ, 1 സ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എന്താ വേണം? മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ പോരെ? മഞ്ഞൾപ്പൊടി അല്ലേ, മഞ്ഞളല്ലേ നല്ലതാ, ശരീരത്തിന് നല്ല സാധനമല്ലേ. 1 സ്പൂൺ ഇട്ടാ പോരാ അമ്മച്ചി. അപ്പം ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടില്ല അല്ലേ. പാകത്തിനുള്ള ഉപ്പ് നമുക്ക് 2-3 മണി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി കൂട്ടണം അല്ലേ. എടി മുത്ത, ഇത് മൂടി വെക്കട്ടെ? മൂടി വെക്കാനുള്ള പാത്രം എടുത്തോ. ഇതിപ്പോ ഇച്ചായനാണെന്ന് തോന്നുന്നു പഠിക്കുന്നത്. അമ്മയുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതെ, അമ്മച്ചിക്ക് ഇപ്പൊ പറയുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് പിള്ളേർക്ക് മനസ്സിലാതിരിക്കരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ അമ്മേ അമ്മമാര് ചോദിച്ചു ഓരോ കാര്യം ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത് നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. നമുക്കിത് അടച്ചു വെച്ചേക്കാം. ഓക്കെ, ഇത് അവിടെ അടച്ചിരുത് അവിടെ വേണ്ട അല്ലേ. അപ്പൊ അമ്മച്ചി, അപ്പൊ നമ്മളിതിപ്പം ചെമ്മീന്, തേങ്ങ, കുടംപുളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കാശ്മീരി പൊടി, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് മൂടി വെച്ച് നേരത്തെ വെള്ളം ഒഴിച്ച് ഇനിയിപ്പോ എത്ര നേരം ഇത് വേവിക്കണത്? അങ്ങനെ പെട്ടെന്ന് ഇതിനൊന്നും ഓർത്തുകൊണ്ട, പെട്ടെന്ന് ഞാൻ ഉക്കുകയില്ല. ഇത് അതിലൊക്കെ പുളി പിടിക്കണം. തേങ്ങാക്കൊത്തൊക്കെ നല്ല വെന്ത് വേവുമ്പം നല്ല പിന്നെ നണിയണമെന്ന് തിന്നാൻ പാകത്തിന് ആ പുളി വെള്ളത്തിൽ കിടന്ന് പുളിക്കകത്ത് കിടന്ന് വെന്ത് ഈ പുളിയല്ല ഇതിലേക്ക് ചെമ്മീനിലേക്ക് തേങ്ങയിലേക്ക് പിടിക്കണം. അപ്പൊ ഓൾമോസ്റ്റ് ഈ വെള്ളം മുഴുവൻ വറ്റണം. അപ്പൊ വറ്റി കഴിഞ്ഞാൽ പണി കഴിഞ്ഞോ? പണി തീർന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പണി തന്നെയല്ലേ. പിന്നെ ഒരു അടുപ്പ ഉരുളിയോ തീർന്നിട്ട് തന്നെ അടുപ്പത്ത് വെള്ളം പറ്റി കഴിയുമ്പോൾ ഒരു എണ്ണ ഒഴിച്ചിട്ട് കടുക് ഉള്ളി ചേർക്കണ്ട, കടുക് മാത്രം ഇട്ടാൽ മതി. കരിയാപ്പില ഇപ്പം തന്നെ ഇട്ട്
അപ്പൊ ഇത് വേവിച്ച് വറ്റിച്ചെന്ന് കരുതി പണി കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ അമ്മച്ചി പറഞ്ഞ ചെറിയ ഉരുളി തീയെ വെച്ച് ഉരുളിക്കകത്ത് ചെറിയ എണ്ണയൊക്കെ ഒഴിച്ച് അത് നമുക്ക് വഴിയെ പറഞ്ഞു കൊടുക്കാം അല്ലേ. അത് ആ സമയം നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പം കിട്ടും. അപ്പൊ ഇത് ഇവിടെ നിങ്ങൾക്ക് വേഗട്ടെ. അമ്മച്ചി ആണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് നല്ല മഴ കാരണം അമ്മച്ചി അടുപ്പിന്റെ ചൂട് തന്നെ നോളാന്നാ പറഞ്ഞേ. അവിടെ നിന്ന് തണുപ്പ് ചൂട് കഴിഞ്ഞു. ഒരു കസേര എടുത്തു പറഞ്ഞോ? ഞാൻ നേരെ കസേര എടുത്തുണ്ടോ? രണ്ടും പുളി വഴുത്ത് കിടക്കണേ. പുളി മരത്തെ കണ്ടോ? ആയിക്കോട്ടെ, നമുക്ക് കുറച്ചെടുക്കാട്ടോ. ചെമ്മീൻ കാവലിരിക്കുക. ഞാൻ ചെമ്മീൻ കാവലിക്ക് തീ കായാൻ വേണ്ടി ഇരിക്കുക. എന്നാ പിന്നെ ചെറിയ കട്ടൻ ചായ കുടിച്ചോ. കരിയാപ്പലിനകത്ത് കുറച്ച് കരിയാപ്പലയുടെ ഇല്ല, എൻ്റെ പറമ്പിൽ പോയി എടുത്തുകൊണ്ട് വന്നാണ് അത് ആവശ്യിച്ച് പോയി കേട്ടോ. സാരമില്ല. ചെമ്മീൻ്റെ പുളി ഒരുപോലെ പുളി പിടിച്ച് വേണം നല്ലോണം വെണ്ട് വേണ്ട. അമ്മച്ചിയെ ഇത് നോക്കിയേ, ഇതേപോലെ വെള്ളമൊക്കെ പറ്റി ഒട്ടും വെള്ളമില്ല. ഇതുപോലെ ഓക്കെ. അപ്പൊ ഇനി ചെയ്യണ്ടേ? വാങ്ങി വെക്കുക. ഉരുളി അടുപ്പിലേക്ക് നമുക്ക് ഇനി ഇത് വരട്ടാനുള്ള ഉരുളി എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഈ കുടംപുളിയൊക്കെ പെറുക്കി കളയണ്ടേ? ഓക്കെ. ഈ പുളികളൊക്കെ ഓരോന്നോട്ട് നമുക്ക് പെറുക്കി മാറ്റാം. നമുക്ക് അമ്മേ പുളിയെല്ലാം പെറുക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ അപ്പൊ നമുക്ക് ഉള്ളിക്കകത്ത് എണ്ണ ഒഴിക്കട്ടെ. 2-3 സ്പൂൺ മതിയാ? ഓക്കെ. അപ്പോൾ നമുക്കൊരു 2-3 സ്പൂണ് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ എണ്ണയൊക്കെ നല്ലപോലെ ചൂടാകട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം അല്ലേ? പുളി നമ്മളെ പെറുക്കി വെച്ച പുളിൻ്റെ കളെ അവിടെ ഇപ്പണ്ടല്ലോ. ആ പുളി നമുക്ക് ചോറും കൂടി ഒന്ന് ഉണ്ണണം. അയ്യാ ഇതിൻ്റെ രസമാണല്ലോ, കണ്ട് തിന്നാൻ നല്ല രുചിയുണ്ടാവും. നല്ല ചൂട് ചോറും കൂട്ടിയൊക്കെ കഴിക്കാം അല്ലേ? അത് നമ്മളിപ്പോ ഈ ജമീനകത്ത് എടുത്തു വെച്ച ആ പുളിയുടെ കാര്യമാണ് അമ്മച്ചി പറയണത്. ആ വെണ്ട പുളി ഒരു കാരണവശാലും നിങ്ങളെ കളയണ്ട. അത് നല്ല ചൂട് ചോറിന്റെ കൂടെ ആ പുളിയും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണെന്ന് അമ്മ പറഞ്ഞത്. എണ്ണ ചൂടായി നമ്മൾ കടുക് ഇട്ടേ. അപ്പൊ നമുക്ക് ഒരു സ്പൂൺ കടുക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇടണോ? കടുകെല്ലാം പൊട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് കറിവേപ്പില അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ട് നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ? എല്ലാം പഠിച്ചിട്ടൊക്കെ ഒന്നും വെക്കില്ല കേട്ടോ ചെത്തിക്കകത്ത്. ഉള്ളി ഒന്നും ഇടാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഉള്ളി ഇടാത്തത് എന്നാന്ന് ചോദിച്ചാൽ ചെമ്മീനകത്ത് ഉള്ളി ഇട്ടെന്നാലും എല്ലാം വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളിയല്ല. ഇതൊക്കെ ഈ കറി നമുക്ക് ഏത് രാജ്യത്തിന് വേണേലും അയച്ചു കൊടുക്കാം. ഏത് മക്കൾക്ക് വേണമെങ്കിലും കൂട്ടാനും കിട്ടും, തിന്നാനും കിട്ടും. ഇവിടെ എത്ര പേര് കൊണ്ടുപോയിട്ടുണ്ട് ദൂരമായിട്ടൊക്കെ? ആ നല്ല 6-8 എത്ര നാൾ വേണേലും തിരിച്ചു സാർ. ഉള്ളി കാര്യങ്ങളൊന്നും ചേർക്കാത്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് എത്ര നാൾ വേണേലും ഇത് നല്ലപോലെ ഇതുപോലെ വരട്ടിയതിന് ശേഷം തണുത്തതിന് ശേഷം സൂക്ഷിച്ച് വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാൽ എത്ര നാൾ വേണേലും ഇരുന്നോളും പോലും. അപ്പം ഉള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളിയുടെ ജലാംശവും ഒക്കെ ഉണ്ടാകും, അത് പെട്ടെന്ന് കേടാകുമെന്ന്. അതൊരു ഐഡിയ ആണ്. ഇതിന്റെ പേരെന്താമേ? ഇതിനെന്താ പേര് പറയുക? ചെമ്മീൻ ഉളത്തിയത്. ചെമ്മീൻ ഉളത്ത്. നോക്കട്ടെ.
പുളിയിട്ടാ. നല്ല പുളി ഉണ്ട് കേട്ടോ. ആ നല്ല രുചിയുണ്ട്, രുചി. അമ്മേ ആ എന്താ ഇതിപ്പോ മതിയായോ? അത് മതി. ഇത് റെഡിയായി. മതിയായി. ആ ഇനിയിപ്പോ നമുക്ക് കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് വരട്ടി വെക്കണം അല്ലേ? ഇതിപ്പോ നമുക്ക് 2 ദിവസത്തേക്ക് പോലും ഇല്ല അല്ലേ? അപ്പൊ നമ്മുടെ ചെമ്മീൻ വരട്ടിയത്, ഉണക്കച്ചെമ്മീൻ വരട്ടിയത് റെഡി. ആ റെഡി. അപ്പൊ ഇവനെ കോരി എടുക്കട്ടെ. ആ. ഓക്കെ, ഇനി നമുക്ക് വാങ്ങി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മകളെ, ചോദിച്ചാലും ചോദിക്കാത്തവരും ഒക്കെ കണ്ട ഈ ചെമ്മീൻ എടുത്ത് കണ്ട എങ്ങനെയാണോ ഇത് ഇങ്ങനെ ഇത് കണ്ട് പഠിച്ചെങ്കിൽ ചെയ്ത് കൂട്ടി നോക്കണം. ഇതൊന്ന് ചെയ്ത് നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് ഇതിൻ്റെ സ്വാദ് എങ്ങനെയുണ്ടെന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ. ഇനി പറയാനറിയാൻ മേലാത്തവരുണ്ടോ? ആരുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. നല്ല ഒന്നാന്തരമായ ഉണക്ക ചെമ്മീൻ, നല്ല ഒന്നാം തേങ്ങാക്കൊത്തിട്ട് ഒലത്തിയത് എത്ര കാലം വേണേലും കേടുകൂടാതിരിക്കുകയും ചെയ്യും അല്ലേ? അപ്പം അമ്മച്ചി പറഞ്ഞ പോലെ അമ്മച്ചിയുടെ ആവശ്യപ്പെട്ടവരുടെ ആവശ്യാനുസരണമാണ് അമ്മച്ചി ഇപ്പോൾ ഇത് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. ഉണക്ക ചെമ്മീൻ എങ്ങനെയാണ് ഇത് തേങ്ങാക്കൊത്തും കുടമ്പളി ഇട്ട് വറ്റിക്കുന്നത് എന്നുള്ളതാണ് അമ്മച്ചി ഇപ്പോൾ പഠിപ്പിച്ചേക്കുന്നത് അല്ലേ? അമ്മച്ചി തൊട്ടൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇതേപോലെ അമ്മച്ചിയുടെ മക്കളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ശരിയാവുകയോ ഇല്ലയോ എന്നുള്ള വിവരം നമ്മളെ വിളിച്ച് പറഞ്ഞല്ലേ അമ്മച്ചി? അപ്പം നമ്മുടെ അടിപൊളി ഉണക്കച്ചെമ്മീനും തേങ്ങാക്കൊത്തുകൂടി ഇന്നത്തെ ഇങ്ങനെ ഒരു പിടിങ് എടുക്കുക. എനിക്ക് ക്യാമറയുടെ പുറകിൽ കൂടെ ഒരു കൈ വരുന്നുണ്ടേ. അമ്മ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ടെച്ചിട്ട് വെച്ച സാധനം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എത്ര കാലമായി ഉണ്ടാക്കിയിട്ടില്ലേ? തേങ്ങാക്കൊത്തിനൊക്കെ നല്ല പുളി, ചെമ്മീനാണ് നല്ല പുളി ഒക്കെ പിടിച്ചിട്ടുണ്ട്. എന്റെ ക്യാമറമാന് വായിക്കുന്നത് വെള്ളം വരുന്നത് എന്തായാലും പറ്റില്ല. എന്നാ അമ്മച്ചൊരു ബൈ പറഞ്ഞോ. അപ്പം മകൾ പറ, ഇതുപോലെ നിങ്ങൾക്ക് ഇനി അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ ഇതുപോലെ ഞാനും അമ്മച്ചിയും കൂടി നമ്മുടെ ചാനലിലൂടെ വീണ്ടും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരത്തേക്ക്